ചിരിച്ച് കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. അതായത് പക്ഷേ ഇത് ഹോമിയോ ഡോക്ടർ, ഇത് ശിശുരോഗ വിദഗ്ധൻ. ഒരു മാറ്റവും ഇല്ലല്ലോ. അതും ഈച്ചാട്ട മുതലാളിയുടെ ഒരേ ഒരു മോൻ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സൈക്കിളുള്ള വ്യക്തി, അതും ഡിസ്കോ സൈക്കിൾ, ദാസത്തിന്റെ വള്ളിയൊക്കെ ഇട്ട് ചവിട്ടി ഒരു മാറ്റമില്ലല്ലോ. ഞാൻ പോവാ. ഒറ്റണത്തിന് വീട്ടിൽ കേട്ടില്ല. അത് ഇവര് മുതലാളിമാരാണല്ലോ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. വേറൊരു മുതലാളിയുടെ മോൻ ഒരുങ്ങിയിട്ട് മീശ വെച്ചേക്കണേ ടിയാസിന് നോക്കിയിട്ട്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇവിടുത്തെ മീശ പറഞ്ഞു പൊട്ടിക്കാൻ ആളില്ലാത്തോണ്ട്. നമുക്കൊക്കെ കുറവുകളുണ്ടെങ്കിലും എല്ലാം തികഞ്ഞ ബിനോടിമാരുള്ളത്, എല്ലാം തികഞ്ഞ ഡോക്ടർ അല്ലാത്ത, എഞ്ചിനീയർ അല്ലാത്ത, എല്ലാം തികഞ്ഞ ഒരാൾ ഇവിടെ ഉള്ളു. അതാണ് ഈ സ്റ്റാർ. നമുക്കെല്ലാം എങ്ങനെ നോക്കിയാലും ചില കുറവുകളുണ്ടാവും, പക്ഷെ എല്ലാം തികഞ്ഞത് ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനല് ഇവിടെ ഈ പുള്ളി ഇവിടെ ഈ ഫ്ലവേഴ്സിലെ ഗോകുലം ഗോപാലൻ സാറ് വന്നപ്പോ പറയാ നമ്മളൊക്കെ സ്വന്തമായിട്ട് ചാനലുള്ള ആൾക്കാരാണ്. ഇവിടെ വയറിന് അല്പം കുറവുണ്ട്. എന്താ വയറിന് കുറവുണ്ട്. എന്നാലും വയറ് വന്നോളൂ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫ്രഷ് ഐറ്റവും ചെയ്തു. എറണാകുളത്ത് നിന്ന് അടിമാലിയിലോട്ടുള്ള യാത്ര. 2 പാചകരംഗവും വീട്ടിലും പോയാ പുള്ളിയുടെ എല്ലാം തികഞ്ഞ യൂട്യൂബ് ചാനൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അല്ല, ഓണത്തിന് ക്രിസ്മസ് അപ്പൂപ്പനും വരുന്നുണ്ട്. എല്ലാം ചെയ്യും. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ. ഉപ്പിടണം കുറച്ച് പോലെ ചെയ്യും. ഇവിടെ പുറത്തൊരു കടയിലിട്ട് വിൽക്കുന്നു ബിനോടിമാലി ഈ വീടിന്റെ ഐശ്വര്യം. തലറിയുന്നു പ്രശ്നം എന്ന് പറയാം. വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ലിപ്സ്റ്റിക്കിന്റെ ഉണ്ട കിട്ടി. മേക്കപ്പ് ചെയ്ത് തേച്ചിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്കിന്റെ ഉണ്ടെടുത്ത് കളഞ്ഞത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ അങ്ങനെ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അത്ര ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.